السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 89 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ولما جاءهم അവരിലേക്ക് വന്നെത്തിയപ്പോൾ, അവരിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം അഹ്ലുൽ കിതാബാണ്, മദീനയിലെ യഹൂദികളാണ് പ്രത്യേകിച്ച്. കിതാബ് വന്നെത്തിയപ്പോൾ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കിതാബ് ഖുർആൻ അവരിലേക്ക് വന്നെത്തിയപ്പോൾ, മുസദ്ദിഖുൻ, ആ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് അത് മുസദ്ദിഖാണ്. മുസദ്ദിഖ് എന്നാൽ സത്യപ്പെടുത്തുന്നതാണ്. അതായത് മുൻകഴിഞ്ഞ കിതാബുകളിലുള്ളത്. ഇവിടെ അള്ളാഹു പറഞ്ഞു ലിമാ മഅഹും, അവരുടെ പക്കലുള്ളതിനെ, അഥവാ തൗറാത്തിൽ അള്ളാഹു പറഞ്ഞതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ഉള്ളത്. അള്ളാഹു പറഞ്ഞതുപോലെ അവർ മറച്ചു വെച്ചത് പലതും ഖുർആൻ വെളിപ്പെടുത്തി. അതുപോലെ ഖുർആൻ മുഹൈമിനാണ്. മുഹൈമിൻ എന്നാൽ ഹാക്കിമാണ്. പഴയ കിതാബുകൾക്ക് മേൽ വിധി പറയുന്ന കിതാബാണ്. അതിൽ ആളുകൾ കൂട്ടിച്ചേർത്തത്, അവർ ഒഴിവാക്കിയത്, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്തോ അത് അള്ളാഹു ഖുർആനിലൂടെ വെളിപ്പെടുത്തി. വക്കാനു മിൻ ഖബുൽ, ഇത് കൂടാതെ അവരായിരുന്നു യഹൂദികളായിരുന്നു മിൻ ഖബുൽ, ഇതിനു മുൻപ് യസ്തഫ്തിഹൂന അലൽ ലദീന കഫറു. യസ്തഫ്തിഹൂൻ, അവർ വിജയം തേടിയിരുന്നു. അലൽ ലദീന കഫറു, കാഫറുകളായ നിഷേധികളായ ആളുകൾക്കുമേൽ. അതായത് യഹൂദികൾ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്നതിന് മുൻപ് ബിംബാരാധകരായ മുശ്രിക്കുകളായ ആളുകളോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അവർ പറയുമായിരുന്നു, ഇതാ ഒരു റസൂൽ വരാനുണ്ട്, ആ റസൂൽ വന്നാൽ ആ റസൂലിൻ്റെ കൂടി ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും. ഒരു നബി വരാനുണ്ട്, ആ നബിയുടെ കൂടി ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും. എന്നാൽ ഫലമ്മാ ജാഅഹും, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ, മാ അറഫു, ഫലമ്മാ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ, മാ അറഫു, അവർക്ക് അറിയാവുന്നതെന്തോ അത്, അവർക്ക് വ്യക്തമായി അറിയാവുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ കഫറൂ ബിഹ്, അവർ നബിയിൽ അവിശ്വസിച്ചു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അപ്പോൾ ആ കാഫറുകൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപം. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്? അതായത് യഹൂദികൾ അഹ്ലുൽ കിതാബ്, അവർക്ക് അവരുടെ കിതാബിലൂടെ തൗറാത്തിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് അറിയാം. എത്രത്തോളം ചില ചരിത്രകാരന്മാർ പറയുന്നത് മദീനയിൽ അവർ വന്ന് താമസമാക്കിയത് തന്നെ ഈ നബി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു എന്നാണ്. പഴയ കാലത്ത് മദീനയിൽ എങ്ങനെ യഹൂദികളുണ്ടായി, അവരവിടെ എത്തിച്ചേർന്നത് ഈ കാരണം കൊണ്ടാണ് എന്നുവരെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കിതാബിൽ അവർക്ക് വ്യക്തമായി അറിയാം ഇങ്ങനെ ഒരു നബി വരുമെന്ന്. അങ്ങനെ അവർ
ശത്രുക്കളോട് ബിംബാരാധകരായ മുശ്രിക്കുകളോട് യുദ്ധവും മറ്റും ചെയ്യുമ്പോൾ പറയും, ഇതാ ഇങ്ങനെ റസൂൽ വരും, ആ റസൂലിൻ്റെ പിന്നിൽ അണിചേർന്ന് ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും. എന്നാൽ അവർക്ക് വ്യക്തമായി അറിയാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അടയാളങ്ങളിലൂടെ അവർക്ക് നബി അറിയാം. ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, യഅരിഫൂനഹു, നബി അവർക്കറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയാവുന്നതുപോലെ. എന്താണ് സ്വന്തം മക്കളെ അറിയാവുന്നതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് അവനവൻ്റെ കുട്ടികളെ ഏത് ആൾക്കൂട്ടത്തിനിടയിലും തിരിച്ചറിയാൻ പറ്റും എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയും അവരുടെ കിതാബിൽ പറഞ്ഞ അടയാളങ്ങൾ ഈ നബിയിൽ ഒത്തുചേർന്നത് അവർക്ക് കാണാം. നേരത്തെ ഈ നബി വരുമെന്ന് അഭിമാനം കൊണ്ടവരായിരുന്നു അവർ. പക്ഷെ വന്നപ്പോൾ അവർ നിഷേധിച്ചു കളഞ്ഞു. ഫലഅനത്തുല്ലാഹി അലൽ കാഫിൻ, ആ കാഫറുകൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. എന്തിനാണ് ഈ നിഷേധിച്ചത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സുബ്ഹാനല്ലാഹ്, അവർ പ്രതീക്ഷിച്ചത്, അവർ വിചാരിച്ചത്, അവരുടെ തെറ്റായ വിചാരമായിരുന്നു അത്. ആ നബി വരിക അവരിൽ നിന്ന്, ബനു ഇസ്രായേലരിൽ നിന്ന്, അവരുടെ വംശത്തിൽ ആണ് എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. ആ വംശീയത, തഹസ്സുബ്, അതിൻ്റെ പേരുള്ള കക്ഷിത്വം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായി ഉണ്ട് ഏത് കാലത്തും. കാരണം ഞങ്ങൾ നബിമാരുടെ പിൻഗാമികളായ ഇസ്രായേലികളാണ്, ഞങ്ങൾ ദാവൂദിൻ്റെ പിൻഗാമികളാണ്, ഇസ്ഹാഖിൻ്റെ യഅഖൂബിൻ്റെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് അവരല്ലാത്തവരോടുള്ള പുച്ഛവും അവരോടുള്ള സ്വന്തം ഈ തറവാടിത്തത്തിലുള്ള അമിതമായ ആ ഒരു അഹങ്കാരവും അവർക്ക് ഉണ്ടായിരുന്നു. എത്രത്തോളം അറബികൾ അവർ കണ്ടത് എങ്ങനെയാണ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ. ഇതാണ് അങ്ങനെ പറഞ്ഞാൽ, ഈ ഉമ്മീകളായ, ഉമ്മി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് കിതാബ് അവതരിപ്പിക്കപ്പെടാത്ത ഈ ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും വരെ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ സ്വത്ത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ നിങ്ങൾ മുമ്പ് ഉയർന്ന ജാതിയിലുള്ള ആളുകൾ കീഴ്ജാതിക്കാരായ ആളുകളെ കണ്ടിരുന്നതിന് അതിനോട് സാദൃശ്യമുള്ള വാദമാണിത്. എന്ന് പറഞ്ഞാൽ ഇവരെ ഞങ്ങൾക്ക് പറ്റി അവരുടെ സ്വത്ത് വേണമെങ്കിൽ എടുക്കാം, ഞങ്ങൾക്ക് കുറ്റമുണ്ടാവുകയില്ല, അവരെ വഞ്ചിക്കാം എന്ന് യഹൂദികൾ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ അവർ കണ്ടിരുന്ന, അധസ്ഥിതരായി കണ്ടിരുന്ന അറബികളിലാണ് ആര് വന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് പ്രശ്നമായി മാറിയത്. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു അത് പറയുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും. ബിഅസ, എന്താണ് ബിഅസ പറഞ്ഞാൽ? എത്ര മോശമാണ്. അതിൻ്റെ വിപരീതമാണ് ബിഅസ എന്ന് പറയുന്നതിന് വിപരീതമാണ് അറബിയിൽ ഒരു പ്രയോഗം. ആര് പറയും? നിഅമ. നിഅമ എത്ര നല്ലതാണ്, ബിഅസ എത്ര മോശമാണ്. നിഅമ എത്ര നല്ലതാണ്. നിഅമൽ മൗല വ നിഅമൻ നസീർ. അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി, അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി. മൗലാഖും, നിങ്ങളുടെ രക്ഷാധികാരി അള്ളാഹു. നിഅമൽ മൗല വ നിഅമൻ നസീർ. എത്ര നല്ല രക്ഷാധികാരിയാണ്, എത്ര നല്ല സഹായിയാണവൻ എന്ന് പറഞ്ഞതുപോലെ ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും, എത്ര മോശമാണ്. ഇശ്തറൗ ബിഹി, എന്തു കൊടുത്തിട്ടാണോ അവർ വാങ്ങിയത്. ഇശ്തറൗ വാങ്ങിയത്, ബിഹി എന്തു കൊടുത്തിട്ടാണോ അവർ വാങ്ങിയത്, അൻഫുസഹും അവരുടെ നഫ്സിനെ. ഇശ്തറ ബിഹി, അവർ ഒന്നുകൊണ്ട് വാങ്ങി, അൻഫുസഹും അവരുടെ നഫ്സിനെ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഇശ്തറ നഫ്സഹു എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തം നഫ്സിനെ വാങ്ങി എന്നാണ്. എന്നാൽ ഇശ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ബിഹി എന്ന് വന്നതുകൊണ്ട് മുൻഗാമികളിൽ പലരും ഇവിടെ അർത്ഥം സ്വന്തം നഫ്സിനെ അവർ വിറ്റുകളഞ്ഞു, വളരെ മോശമായതിന് പകരമായി എന്നർത്ഥം പറഞ്ഞത് കാണാം. അഥവാ അവനവനെ അവർ വിറ്റുകളഞ്ഞു, വളരെ മോശമായത് പകരം വാങ്ങിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, ഓരോ മനുഷ്യനും എന്തു ചെയ്യുന്നു? ഫബായിഉ നഫ്സ, സ്വന്തം നഫ്സിനെ ഒരാൾ വിറ്റുകളയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൻ യഗ്ദു, എല്ലാവരും രാവിലെ പുറപ്പെടും.
ഫബായിഉൻ നഫ്സ, എന്നിട്ട് അവനവനെ വിൽക്കും. ഫമുഅ്തിഖുഹ ഔ മൂബിഖുഹ, എന്നിട്ട് സ്വന്തം നഫ്സിനെ നശിപ്പിച്ച് കളയുന്നവനുണ്ട്, അതിനെ മോചിപ്പിക്കുന്നവനുമുണ്ട്. ആരാണ് മോചിപ്പിച്ചവൻ? അവനവൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവനാണ്. നശിപ്പിച്ചവൻ ആരാണ്? നരകത്തിൽ സ്വന്തം നഫ്സിനെ കൊണ്ടുപോയി തള്ളിയവനാണ്. അതുകൊണ്ട് അവനവൻ്റെ നഫ്സിന് വില കൽപ്പിക്കുന്നവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുമെന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കാത്തവൻ എന്ത് ചെയ്തിട്ടില്ല? സ്വന്തത്തിനൊരു നിലവാരവും അവൻ കണ്ടിട്ടില്ല. നമ്മൾ ആരാണ് അത് ഇഷ്ടപ്പെടുന്നത്? അത് ചിന്തിച്ച് നോക്കുക. അവനവന് യാതൊരു വിലയും കാണാതിരിക്കുക, സ്വന്തത്തെക്കുറിച്ച് ഒരു വിലയും ഇല്ലാതിരിക്കുക എന്നത് ഒരാളും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. മറിച്ച് നമ്മൾ ഓരോരുത്തരും നമുക്ക് വില കാണുന്നുണ്ട്. നിനക്ക് വില കാണുന്നുണ്ടെങ്കിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം അതല്ല എങ്കിൽ നീ നിന്നെയാണ് നശിപ്പിക്കുന്നത്. നിൻ്റെ നഫ്സിന് നീ യാതൊരു വിലയും നൽകിയിട്ടില്ല. നരകത്തിൻ്റെ അടിത്തട്ടിൽ വലിച്ചെറിയപ്പെടാൻ മാത്രം നിലവാരമില്ലാത്തതാക്കി നിൻ്റെ നഫ്സിനെ നീ മാറ്റിയിരിക്കുന്നു. മറിച്ച് നഫ്സിനെ നീ ഉന്നതമായ വിലക്ക് വിൽക്കുക. എന്താണ് ആ ഉന്നതമായ ചരക്കെന്ന് പറയുന്നത്? നഫ്സിനെ കൊടുത്തിട്ട് കിട്ടാവുന്ന ഏറ്റവും ഉന്നതമായത് സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത അല്ലാഹി ഗാലിയ. അള്ളാഹുവിൻ്റെ സിൽഅത്ത് വലിയ വിലപിടിപ്പുള്ളതാണ്. സിൽഅത്ത് എന്ന് പറഞ്ഞാൽ കച്ചവട ചരക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത അല്ലാഹിൽ ജന്ന. അള്ളാഹുവിൻ്റെ സിൽഅ, അള്ളാഹുവിൻ്റെ കച്ചവട ചരക്കെന്നാൽ സ്വർഗമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നഫ്സിനെ വിറ്റുകളഞ്ഞു എന്നാണ് അർത്ഥമെന്ന് മുൻഗാമികൾ പലരും വിശദീകരിച്ചത് കാണാം. എന്താണ് എന്നിട്ട് അവർ അതിന് പകരമെടുത്തത്? അയ്യക്ഫുറു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിച്ചു. ഇനി നോക്കൂ, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണമുള്ളത്. ഈ ആയത്തിൽ ശ്രദ്ധിക്കുക. ബഗ്യൻ, അവരുടെ വിരോധം കാരണത്താൽ, അവരുടെ വെറുപ്പ് കാരണത്താൽ, അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവതരിപ്പിച്ചു. അവൻ്റെ അള്ളാഹുവിൻ്റെ ഫദ്ൽ അഥവാ നുബൂവത്ത്, ഈ പ്രവാചകത്വം അള്ളാഹു നൽകി. അലാ മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരാരോ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നബിയാക്കിയില്ല. പിന്നെയോ അവൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നബിയാക്കി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഫബാഉ, അങ്ങനെ അവർ മടങ്ങി. ബിഗദബിൻ അലാ ഗദബ്, കോപത്തിനുമേൽ കോപവുമായി അവർ മടങ്ങി. അവർക്ക് എന്താണ് കിട്ടിയത്? അള്ളാഹുവിൻ്റെ കോപത്തിനുമേൽ കോപം. നേരത്തെ തൗറാത്ത് തള്ളിക്കളഞ്ഞതിന് കിട്ടിയ അള്ളാഹുവിൻ്റെ കോപം, ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞതിന് കിട്ടിയ അള്ളാഹുവിൻ്റെ കോപം. വലിൽ കാഫിരീന അദാബും മുഹീൻ, ആ കാഫിറുകൾക്കുണ്ട് മുഹീനായ അദാബ്, അപമാനകരമായ ശിക്ഷ. ഈ രണ്ടായത്തുകൾ നിങ്ങൾ എന്തു മനസ്സിലാക്കുക? യഹൂദികൾക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവ്. അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ അറിയാമായിരുന്നു. ആ നബി വന്നാൽ നബിയുടെ പിന്നാലെ കൂടി ഞങ്ങൾ ഈ കുഫാറുകളെ, മുശ്രിക്കുകളെ പരാജയപ്പെടുത്തുമായിരുന്നു എന്ന് അവർ വീമ്പ് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് അവർ തേടിയിരുന്നു എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജനതയിലല്ലാതെ മറ്റൊരു കൂട്ടരിൽ അറബികളിൽ വന്നപ്പോൾ അവർക്കത് പിടിച്ചില്ല. എന്നിട്ട് തള്ളിക്കളഞ്ഞു, നരകം വിലക്ക് വാങ്ങി, അറിഞ്ഞുകൊണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്യും ആളുകൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൃദയത്തിന് മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ചെന്നുപെടുന്ന ദലാലത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത് എന്നു പേരുള്ള ഒരു കവി ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത്. ഇയാളുടെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം ജാഹിലിയത്തിൽ അറിയപ്പെട്ട കവിയായിരുന്നു. കവിതകൾ എടുത്തു നോക്കിയാൽ നമുക്ക് തൗഹീദ് കാണാം, പരലോക വിശ്വാസം കാണാം, സുബ്ഹാനല്ലാഹ്, അസ്മാ സിഫാത്ത് വരെ കാണാം. അള്ളാഹുവിൻ്റെ പേരുകളും അവൻ്റെ വിശേഷണങ്ങളും, അവൻ മുകളിലുള്ളവനാണ്, പരലോക വിശ്വാസം, അള്ളാഹു ഏകനാണ്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നൊക്കെ ജാഹിലിയത്തിൽ ഈ മനുഷ്യൻ ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത് കവിത എഴുതിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കവിതയെക്കുറിച്ച് പറഞ്ഞ് കാണാം. അയാളുടെ കവിതയിൽ നോക്കിയാൽ നമുക്ക് ഈമാൻ കാണാം, എന്നാൽ അയാളുടെ കൽബ് ഗാഫറാണ്. കവിതയിൽ ഈമാൻ കാണാം, പക്ഷേ കൽബ് ഗാഫറാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമയ്യത്ത് ഇബ്നു അബി സൽത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഉമയ്യത്തിൻ്റെ കവിത അറിയുന്ന ആളോട് പറഞ്ഞു, നിനക്ക് ഉമയ്യത്തിൻ്റെ കവിത അറിയുമോ? സഹീഹ് ബുഖാരി നമുക്ക് കാണാം. നബി പറഞ്ഞു അത് ചൊല്ലാൻ. പിന്നിരുന്ന സഹാബിക്ക് അത് മനപ്പാടമുണ്ടായിരുന്നു. അദ്ദേഹം ചില വരികൾ ചൊല്ലിക്കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹീ, ഇനിയും ചൊല്ലു. അങ്ങനെ പിന്നെയും ചൊല്ലി. പിന്നെ നബി കേട്ടപ്പോൾ ഹീ, ഇനിയും ചൊല്ലു. കാരണം അതിലുള്ള ആശയം അത്രയും നല്ലതായിരുന്നു. അങ്ങനെ 100ഓളം വരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ ചൊല്ലിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഉമയ്യത്തിന് സംഭവിച്ചത്?
ഉമയ്യത്ത് ജനങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഇതാ ഒരു നബി വരാൻ പോവുകയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ നബി വരാൻ പോവുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആൾ വിശ്വസിച്ചില്ല, ആൾ കാഫറായി. ആളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞിരുന്ന ആളല്ലേ വന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കബീലയിലെ എൻ്റെ ഗോത്രത്തിലെ സ്ത്രീകളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് അള്ളാഹു ഒരു നബിയെ നിയോഗിക്കാൻ പോവാൻ, മിക്കവാറും ഇത് ഞാനായിരിക്കും. ഇനി ഞാൻ അവരോട് എന്തു പറയും? നോക്കൂ നിങ്ങൾ, ആ മനുഷ്യനെ കുഫറിലേക്ക് നയിച്ചത് എന്താണ്? അയാൾ വിചാരിച്ചിരുന്നത് ആ നബി താനാകുമെന്നാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അയാളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അയാൾക്ക് ഈ സത്യം അറിയാം, ഹക്കറിയാം, പക്ഷെ അത് സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവൻ്റെ ഫضൽ അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് നൽകുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ത്, അവിടുന്ന് നബിയാകുമെന്ന്. നബിക്കറിയില്ലായിരുന്നു. അള്ളാഹു പറഞ്ഞത്, മാ കുൻത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ, ഓ നബി അങ്ങേക്ക് ഈമാൻ എന്താണെന്നോ കിതാബ് എന്താണെന്നോ അറിയുമായിരുന്നില്ല. ഈമാൻ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നബി ശിർക്ക് ചെയ്തിരുന്നു എന്നല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മുതൽ നബിയാകുന്നത് വരേക്കും, നബിയാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഒരു വിഗ്രഹത്തിനും ഒരിക്കൽ പോലും സുജൂദ് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അല്ലാത്ത ഒരാളെയും ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് നബിയെ അള്ളാഹു ശിർക്കിൽ നിന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ സാധാരണ യുവാക്കൾക്കും അറബികളെ ചെറുപ്പക്കാർക്കും സംഭവിച്ചിരുന്ന നിസാരമായ അപജയങ്ങളിൽ നിന്ന് പോലും, തെറ്റായ രീതികളിൽ നിന്ന് പോലും, അങ്ങനെയുള്ള യുവാക്കൾക്കിടയിൽ സാധാരണ ഉണ്ടാകുന്ന മോശത്തരങ്ങളിൽ നിന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംരക്ഷിച്ചിരുന്നു. നബി അതിലൊന്നും പോയി പെട്ടിട്ടില്ല. പിന്നെയാണ് ശിർക്കിൻ്റെ കാര്യം. ഇല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈമാനിൻ്റെ വിശദാംശങ്ങൾ നബിക്കറിയുമോ? ഇല്ല. കിതാബ് നബിക്കറിയുമോ? ഇല്ല. അവിടുന്ന് ഞാനിതാ നബിയാകാൻ പോവുകയാണ്, ഇപ്പോൾ ഒരു മലക്ക് വരും, എന്നിട്ട് എനിക്ക് ഓതിത്തരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഹെറായിൽ പോയത്? ആണോ? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയുമായിരുന്നില്ല. നുബുവത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. സൂഫികൾ പറയുന്നത് പോലെ കുറേ ഇങ്ങനെ ധ്യാനിച്ചിരുന്നാൽ കിട്ടുന്നതല്ല നുബുവത്ത്. മറിച്ച് നുബുവത്ത് മഹ്ദു ഫضൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. പക്ഷേ ഏറ്റവും നല്ലവരെ, അതിനേറ്റവും യോജിച്ചവരെ അല്ലാതെ അള്ളാഹു തിരഞ്ഞെടുക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാവ് മാത്രം, അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് മാത്രമാണ്. ഈ നബിക്കോ റസൂലിനോ ഒരിക്കലും അത് മുമ്പേ അറിയുമായിരുന്നില്ല, അതവരാഗ്രഹിച്ച് നേടിയെടുത്തതുമല്ല. പക്ഷെ അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. എന്നാൽ അള്ളാഹു അതിനേറ്റവും യോജിച്ചവരെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവൻ്റെ ഫضലിനാൽ നൽകിയതാണ് ഈ നുബുവത്ത്, ഈ റിസാല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് നൽകുക. അല്ലെങ്കിൽ അറബികൾ ഖുറൈശികൾ എന്തൊക്കെ പറഞ്ഞിരുന്നു? എന്തുകൊണ്ട് ഈ നുബുവത്ത് അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ രണ്ട് നഗരങ്ങളിലെ ഒരു മഹാനായ മനുഷ്യന്, അവരുദ്ദേശിച്ചിരുന്നത് മക്കയിലെ അല്ലെങ്കിൽ തായിഫിലെ, ഖുറൈശികളിലെ അല്ലെങ്കിൽ സഖീഫ് ഗോത്രത്തിലെ. ഖുറൈശികളാണ് മക്കയിൽ, സഖീഫുകാരാണ് തായിഫിൽ. ഇതിലെ ഏതെങ്കിലും രണ്ട് മഹാന്മാർ, അവർ പേരൊക്കെ പറഞ്ഞു, വലിയ പണക്കാരായ ആളുകൾ, അവരെന്തുകൊണ്ട് നബിയാക്കിയില്ല? അവരുടെ ചോദ്യമാണ്. അള്ളാഹു തിരിച്ചു ചോദിച്ചു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് വീതിച്ചു കൊടുക്കുന്നത് അവരാണോ? നഹ്നു ഖസംന ബൈനഹും മഈശതഹും, അവരുടെ ഈ ജീവിത നിലവാരം, അവർ ഈ മേന്മ പറയുന്ന പണമുണ്ടല്ലോ, അത് വീതിച്ചു കൊടുത്ത ആരാണ്? അള്ളാഹുവാണ്. അത് കൊടുത്ത റബ്ബാണ്. ആ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരാണ് നബിയാക്ക്, റസൂലാക്ക്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാത്തിരുന്നിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ജിബ്രീൽ വന്നപ്പോൾ പേടിച്ച് വിറച്ചത്. ഖദീജയുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എങ്ങനെയാണ്? ആദ്യത്തെ വഹി കിട്ടിയ ശേഷം യർജുഫു ഫുആദു, നബിയുടെ നെഞ്ചിങ്ങനെ വിറച്ചുകൊണ്ടിരുന്നു. എന്നിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് എന്ത് പറഞ്ഞത്? ജമ്മിലൂനി യാ ഖദീജ വസുബ്ബു അലയ്യ മാഅൻ ബാരിദ, ഖദീജ എന്നെ ഒന്ന് പുതപ്പെട്ടു തരൂ, എനിക്ക് എൻ്റെ മേൽ തണുത്ത വെള്ളം ഒഴിച്ചു തരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇങ്ങനെ വരുമെന്ന് അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകി. ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അല്ല, നിങ്ങൾക്കറിയുമോ, മക്ക ഖുറൈശികളിലെ പലർക്കും
നബിയുടെ നുബുവത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അഹങ്കാരമാണ് അവരെ പിടികൂടിയത്. സത്യം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് അത് സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. സത്യം അറിഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകുമോ? ഇല്ല, മറിച്ച് വേണം സ്വീകരിച്ചാലേ മുസ്ലിം ആവുള്ളൂ. ഇബ്ലീസിനെ അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ടാണ് അവൻ നിഷേധിച്ചത്. അബൂജഹൽ ഇതേക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് റിവായത്തുകൾ കാണാം. ഞങ്ങൾ ബനു ഉമയ്യ, അവർ ബനു ഹാഷിം, അവരെന്ത് ചെയ്താലും ഞങ്ങളത് ചെയ്യും. എന്തെങ്കിലും ഒരു ചെയ്താൽ അവർ ഹാജിമാർക്ക് എന്തെങ്കിലും, ഹജ്ജിന് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു പുതിയ നല്ല കാര്യം ചെയ്താൽ ഞങ്ങളും ചെയ്യും. ഈ രണ്ട് ഖുറൈശികളിലെ രണ്ട് വംശങ്ങൾ തമ്മിൽ ഈ കിടമത്സരമുണ്ടായിരുന്നു. അബൂജഹൽ പറഞ്ഞു അവരെന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്യുമായിരുന്നു. അവരങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ ചെയ്യും, അവരങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇതാ അവരിലൊരു നബി വന്നു എന്ന് പറയുന്നു, ഇത് ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് അബൂജഹൽ പറഞ്ഞതായി റിവായത്തുകൾ കാണാം. അഹങ്കാരം നോക്കൂ, അവരെ ഹക്കിൽ നിന്ന് തടഞ്ഞത്. ഇതാണ് യഹൂദികൾക്ക് സംഭവിച്ചത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരുന്നു, എന്നിട്ട് അവർ നബി വരുമെന്ന് പറഞ്ഞു, പക്ഷെ വന്നപ്പോൾ അവർ നിഷേധിച്ച് കളഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെയാണ്. സലാമത്ത് ഇബ്നു വഖ്ഷ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത അൻസാറുകൾപ്പെട്ട സഹാബിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് മഹ്മൂദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹ്മൂദ് ഇബ്നു ലബീദ് എന്ന സഹാബി, അദ്ദേഹം ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, നബിയെ എനിക്ക് ഓർമ്മയുള്ളത് എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടത് ചെറിയ പ്രായത്തിലാണ്. സഹീഹ് ബുഖാരി നമുക്ക് കാണാം, മഹ്മൂദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയെ എനിക്ക് ഓർമ്മയുള്ളത് എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വായിൽ വെള്ളമെടുത്ത് കൊപ്പിച്ച് എൻ്റെ മുഖത്തേക്ക് ആ വെള്ളം തെറിപ്പിച്ചു നബിയുടെ വായിൽ നിന്ന്. അതെനിക്ക് ഓർമ്മയുണ്ട്. മജ്ജത്തൻ മജ്ജഹ അലാ വജ്ഹി, ആ മജ്ജത്തിൻ്റെ സാഹിബു മജ്ജ അതായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരിന് അതിന് ബറക്കത്തുണ്ടായിരുന്നു. 2, ഇത് കുട്ടിയാണ്, കുട്ടിയോട് ഒരു വാത്സല്യത്തിൻ്റെ ഒരു തമാശയുടെ ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത്. ഈ സഹാബി അത് പറയുന്നത് എനിക്ക് അത് ഓർമ്മയുണ്ട്. മജ്ജത്തൻ മജ്ജഹ ഫി വജ്ഹി, സഹീഹ് ബുഖാരി നമുക്ക് കാണാം. അപ്പം അദ്ദേഹം മുതിർന്ന സഹാബിയായ ബദറിൽ പങ്കെടുത്ത സലാമത്ത് ഇബ്നു വഖ്ഷ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, കാന ലനാ ജാറുൻ യഹൂദിയുൻ, ഞങ്ങൾക്കൊരു യഹൂദിയായ അയൽവാസി ഉണ്ടായിരുന്നു. മദീനക്കാരാണിവർ. ഫി ബനി അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരനായിരുന്ന ഒരു അയൽവാസി. ഫഖറജ അലൈനാ യൗമൻ മിൻ ബൈതിഹി ഖബ്ല മബ്അസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയസീർ. പ്രശ്നമുണ്ട്. അങ്ങനെ അയാൾ വന്നു. യൗമൻ മിൻ ബൈതിഹി ഖബ്ല മബ്അസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് കുറച്ച് മുമ്പ് അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് കുറച്ച് മുമ്പ് അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഹത്ത വഖഫ അലാ മജ്ലിസി ബനി അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരുടെ മജ്ലിസിലേക്ക് വന്നു. ബനു അബ്ദുൽ അഷ്ഹൽ അൻസാറുകളുടെ ഗോത്രമാണ്, അവരുടെ അയൽവാസിയാണ്. പഴയ കാലത്ത് പൊതുവെ ആളുകൾ താമസിക്കുക, ഒരു ഗോത്രം താമസിക്കുക ഒരു ഹൈയിലായിരിക്കും. ആ ഗോത്രം എല്ലാവരും ഒരു ഏരിയയിലാണ് താമസിക്കുക. ഇന്നും അതുപോലെ നമുക്ക് മദീനയിലൊക്കെ ഇവിടെ ഉണ്ടാവാം, പല സ്ഥലങ്ങളിലും കാണാം ഒരു ഗോത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ താമസിക്കുക എന്നുള്ളത്. ബനു അബ്ദുൽ അഷ്ഹൽ എന്ന അറബ് ഗോത്രം അൻസാറുകളുടെ ഗോത്രമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നതിന് മുമ്പ്, നബി വരുന്നതിന് അല്പം മുൻപാണ്. അങ്ങനെ ആ സമയത്ത് ഈ യഹൂദി, അവരുടെ അയൽവാസിയായിരുന്ന യഹൂദി അവിടേക്ക് വന്നു, അവരുടെ മജ്ലിസിലേക്ക് വന്നു. ഖാല സലമ, ഈ സഹാബി പറയുകയാണ്, വഅന യൗമഇദിൻ അഹ്ദഥു മൻ ഫീഹിം സിന്നൻ, ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായമായിരുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു.
അല ബുർദത്തിൻ മുത്തജിഅൻ ഫിഹാ ബിഫിനാഇൻ, ഞാൻ എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു തുണി ഇങ്ങനെ പൊതിച്ചിട്ട് അവിടെ ആ മുറ്റത്ത് കിടക്കുകയായിരുന്നു. فذكر البعث والقيامة والحسنات والميزان والجنة والنار. യഹൂദി വന്നിട്ട് എന്തൊക്കെ പറയാണ്? ബഅസ്, പരലോകത്തെക്കുറിച്ച്, ഖിയാമത്തിനെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, പരലോകത്ത് നന്മകളും തിന്മകളും തൂക്കി നോക്കുക, മീസാനെക്കുറിച്ച്, ജന്നത വന്നാർ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച്. സുബ്ഹാനല്ലാഹ്. ആരാണ് പറയുന്നത്? യഹൂദി. കാരണം അവരുടെ കിതാബിലൊക്കെ ഉള്ളതാണ്, അവരുടെ നബിമാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ നബിമാരൊക്കെ പഠിപ്പിച്ചാണല്ലോ ഇത്. ഇതിനെക്കുറിച്ചൊക്കെ അയാൾ പറഞ്ഞു. ഖാല ദാലിക ലി അഹ്ലി ശിർകിൻ അസ്ഹാബി ഔഥാനിൻ, വന്നിട്ട് പറയുന്ന ആരോടാണ്? മുശ്രിക്കുകളോട്, ബിംബാരാധകരായ ആളുകളോട്. ലാ യറൗന ബഅസൻ കായിനൻ ബഅദൽ മൗത്ത്, അവർക്ക് മരണത്തിന് ശേഷം ഒരു പരലോക ജീവിതത്തിലേ വിശ്വാസമില്ല. ആർക്ക്? ബിംബാരാധകരായ മുശ്രിക്കുകൾക്ക്. പക്ഷേ മക്ക മുശ്രിക്കുകളിൽ നിന്ന് മദീന മുശ്രിക്കുകളുടെ ഒരു വ്യത്യാസം എന്താണ്? മക്ക മുശ്രിക്കുകളെക്കാൾ യഹൂദികളുമായുള്ള സഹവാസം കൊണ്ട് മദീനക്കാരതൊക്കെ കേൾക്കെങ്കിലും ചെയ്തിട്ടുണ്ട്. ആര്? മദീനക്കാരായ മുശ്രിക്കുകൾ. വല്ലാഹു അലം, മക്കയിൽ നിന്ന് മഹാന്മാരായ സഹാബിമാരിൽ ചിലർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ മദീനയിലേക്ക് ദഅവത്തിനു വേണ്ടി നബി നേരത്തെ പറഞ്ഞയച്ച സഹാബിമാരിൽ ചിലർ, മുസ്അബ് ഇബ്നു ഉമൈർ, ഇവർക്ക് ചെന്നപ്പോൾ മദീനക്കാർ പെട്ടെന്ന് സ്വീകരിച്ചു. അതുപോലെ കേൾക്കാൻ തയ്യാറായിരുന്നു. മക്കക്കാരെ പോലെ കേട്ട ഉടനെ വടിയെടുക്കുകയായിരുന്നില്ല അവർ ചെയ്തിരുന്നത്, മുശ്രിക്കുകളായിരുന്നിട്ടും. മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെയുള്ള സഹാബിമാർ ചെന്നിട്ട് ആദ്യം തന്നെ എതിർക്കുമ്പോൾ ഒന്ന് കേട്ട് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇരുന്ന് കേൾക്കാൻ തയ്യാറായിരുന്നു. കാരണം അവർക്ക് വല്ലാഹു അലം നേരത്തെ യഹൂദികളുമായുള്ള സഹവാസം കൊണ്ട് അവരുടെ ദീനല്ലാത്ത ദീനിൻ്റെ ആളുകളുമായി അവർക്ക് പരിചയിച്ച ശീലമുണ്ടായിരുന്നു. അങ്ങനെ യഹൂദി വന്ന് ഇവരോട് ഇതൊക്കെ പറയാൻ, പരലോകത്തിൽ വിശ്വസിക്കാത്തവരോട്. ഫഖാലു ലഹു, അപ്പോൾ ഈ അക്കാലത്തെ അൻസാറുകളായ മുശ്രിക്കുകളായിരുന്ന പിന്നീട് അൻസാറുകളായിരുന്ന ആളുകൾ, അറബികൾ അവരോട് പറഞ്ഞു, യഹൂദിയോട് പറഞ്ഞു, വൈഹക യാ ഫുലാൻ, എന്താണ് ഈ പറയുന്നത്? തറാ ഹാദാ കായിനൻ അന്ന الناس يبعثون بعد موتهم ഇലാ ദാരിൻ ഫീഹാ ജന്നത്തുൻ വനാർ, ആളുകളൊക്കെ മരിച്ചിട്ട് ഒരു പരലോകത്ത് വരുമെന്നോ, അവിടെ ഒരു സ്വർഗവും നരകവും ഉണ്ടാകുമെന്നോ, യുജ്സൗന ഫീഹാ ബിഅഅമാലിഹിം, ഈ ചെയ്തതിനൊക്കെ അവിടെ പ്രതിഫലം കിട്ടുമെന്നോ. ഖാല നഅം, യഹൂദി പറയാണ്, അതെ അങ്ങനെ തന്നെയാണ്. വല്ലദി യുഹ്ലഫു ബിഹ്, ആരുടെ പേരിലാണോ സത്യം ചെയ്യേണ്ടത് അവൻ തന്നെ സത്യം, അള്ളാഹുവാണ് സത്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലവദ്ദ അന്ന ലഹു ബിഹദ്ദിഹി മിൻ തിൽക النാരി أعظم نور في الدنيا يحمونه ثم يدخلونه إياه فيطبق به عليهم وأن ينجو من تلك النار غدا. അയാൾ പറയാൻ, ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ലോകത്ത് ഒരു വലിയ ഒരു അടുപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു വലിയ ഒരു അടുപ്പ്, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഒരു അടുപ്പ്, അതിങ്ങനെ കത്തിച്ചിട്ട് എന്നെ അതിലിട്ട് നിങ്ങൾ അടച്ചു കളയുക. അടുപ്പിലൊരു പാത്രം വെച്ച് എന്നെ അതിലിട്ട് നിങ്ങൾ അടച്ചു കൂട്ടുക. എന്നിട്ട് ഇങ്ങനെ ചെയ്തതിന് പകരമായി ഞാൻ നാളെ പരലോകത്ത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ എനിക്ക് അതാണ് വലുത്, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയണം. അത്രയും പരലോകത്തിൽ വിശ്വാസമുണ്ടെന്നർത്ഥം. ഖാലു ലഹു, ഇവർ പറഞ്ഞു, വൈഹക് വമ ആയത്തു ദാലിക്, എന്താ ഇതിനുള്ള തെളിവ്? നിങ്ങൾ ഈ പറയുന്നതിനുള്ള തെളിവ് എന്താണ്? ഖാൽ, ഇയാൾ പറഞ്ഞു, നബിയുൻ, ഒരു നബിയാണ്. യുബ്അസു മിൻ നഹ്വി ഹാദിഹിൽ ബിലാദ്, ഇതാ ഈ നാട്ടിൽ നിന്ന്, ഈ നാടുകളിൽ ഒന്നിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു വരും. വ അശാറ ബിയദിഹി നഹ്വ മക്കത വൽ യമൻ, ഇയാൾ എങ്ങോട്ടേക്കാണ് ചൂണ്ടിക്കാണിച്ചത്? മക്കയുടെയും യമനിൻ്റെയും ഭാഗത്തേക്ക്. കാരണം മദീനയിൽ നിന്ന് നോക്കിയാൽ മദീനയുടെ തെക്ക് ഭാഗത്താണ് മക്ക വരുന്നത്, അതിൻ്റെ പിന്നിലാണ് എന്ത് വരിക? യമൻ വരിക. മക്കയുടെ വടക്കാണ് മദീന. നമ്മൾ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഖിബലക്ക് നേരെ തിരിയുന്ന എങ്ങോട്ടേക്കാണ്? തെക്ക് ഭാഗത്തേക്കാണ്. നമ്മുടെ പിന്നിൽ വടക്ക് ഭാഗത്താണ് ഉഹദ് പർവ്വതം. ഉഹദ് മസ്ജിദ് നബവിയുടെ വടക്കാണ്. മക്ക മദീനയുടെ തെക്ക് ഭാഗത്താണ്. മക്കയിൽ നിന്ന് ആദ്യം വരുമ്പോൾ എത്തുക മദീനയിലെ അവാലി അഥവാ ഖുബ മസ്ജിദൊക്കെയുള്ള ആ ഭാഗത്താണ്. അതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവിടെ ഇറങ്ങിയത്, മസ്ജിദ് ഉണ്ടാക്കിയത്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കടന്നത്. അപ്പോൾ ആൾ അങ്ങോട്ടേക്ക് മക്കയുടെ ഭാഗത്തേക്ക്, അതിനപ്പുറത്താണ് യമൻ. മദീനയുടെ തെക്ക് ഭാഗത്താണ് മക്കയും യമനും.
അങ്ങോട്ടേക്ക് മക്കയും മദീനയൊക്കെയുള്ള ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയണം ആ ഭാഗത്ത് നിന്ന് ആ നാടുകളിൽ ഒന്നിൽ നിന്ന് വരുന്ന ഒരു നബിയാണ് അതിൻ്റെ അടയാളം. ഖാലു വമത്താ നറാ. അപ്പോൾ ഇവർ ചോദിച്ചു എപ്പോഴാണെങ്കിൽ ആ നബി നമുക്ക് കാണാൻ സാധിക്കുക? അപ്പോൾ യഹൂദി എന്ത് ചെയ്തു? ഫനദറ ഇലൈ. ഈ സഹാബി സലമത്ത് ഇബ്നു സലാമ പറയുകയാണ്, യഹൂദി അപ്പം എന്നെ ഒന്ന് നോക്കി. നേരത്തെ പറഞ്ഞിട്ട് ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, കുട്ടിയാണ്. വാന മിൻ അഹ്ദതിഹിം സിന്നൻ, ഞാൻ അവരിൽ പ്രായം കുറഞ്ഞ ആളാണ്. ഫഖാൽ, എന്നിട്ട് യഹൂദി പറഞ്ഞു, ഇൻ യസ്തംഫിദ് ഹാദൽ ഗുലാമു ഉംറഹു യുദ്രിഖു. ഈ കുട്ടി അവൻ്റെ ആയുസ് പൂർണ്ണമായി ജീവിക്കുകയാണെങ്കിൽ ആ നബിയെ കാണാൻ സാധിക്കും. അതായത് ഈ കുട്ടി ഒരു വലിയ ആളായി സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ശരാശരി ആയുസ് ജീവിക്കുകയാണെങ്കിൽ ആ നബിയെ കാണാൻ സാധിക്കും. ഖാല സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലാഹി മാ ദഹബൽ ലൈലു വന്നഹാർ ഹത്താ ബഅസ അല്ലാഹു റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബൈന അദ്ഹുരിനാ. അല്ലാഹുവാണ് രാപ്പകലുകൾ പോയി പോകുമ്പോഴേക്ക്, അത് ദിവസങ്ങളൊന്ന് മാറി മറിയുമ്പോഴേക്ക് നാളുകൾ കഴിഞ്ഞപ്പോൾ ആര് വന്നു? അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. നബി ഞങ്ങൾക്കിടയിൽ വന്നു. ഫആമന്നാ ബിഹ്, ഞങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചു. ഈ കേട്ട അൻസാറുകൾ അവർ നബിയിൽ വിശ്വസിച്ചു. അൻസാറുകളിൽ അവർ മദീനക്കാർ ഒന്നാകെ ഇസ്ലാം സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. വകഫറ ബിഹി ബഗിയൻ വഹസദ, ഈ പറഞ്ഞവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു. ബഗിയൻ വഹസദൻ. എന്താ കാരണം? അള്ളാഹു നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ ഒന്ന് ബഗിയാൻ, അവരുടെ അതിക്രമമാണത്, അവർക്ക് അറബികളോടുള്ള വിരോധമാണ്. ഹസദൻ, അസൂയാണ്, അവരുടെ കൂട്ടത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, വൈലക യാ ഫുലാൻ, മനുഷ്യൻ്റെ നിങ്ങളുടെ കാര്യം എത്ര കഷ്ടമാണ്. അലസ്ത ബില്ലദീ ഖുൽത ലനാ, നിങ്ങളല്ലേ ഞങ്ങളോട് ഇത് പറഞ്ഞത്, നിങ്ങളല്ലേ ഒരു നബി വരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഖാൽ, അയാൾ പറഞ്ഞു, ബല, അതെ പറഞ്ഞതൊക്കെ ശരിയാണ്. വലൈസ ബിഹ്, പക്ഷെ ആ പറഞ്ഞ ആളിതല്ല. അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ആളിതല്ല. യഥാർത്ഥത്തിൽ അവർക്കറിയാമാര് ഇത് അവരുടെ മക്കളെ അറിയുന്നത് പോലെ ഇത് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുൻ്റെ യഥാർത്ഥ റസൂലാണെന്ന് അവർക്കറിയാം. പക്ഷേ അവരുടെ അഹന്തയും അവരുടെ അസൂയയും കാരണത്താൽ അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ അഹങ്കാരമാണത്. അതാണ് നോക്കൂ ഈ ആയത്തിൽ പറയും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് റിവായത്തുകൾ നമുക്ക് മുൻഗാമികളിൽ നിന്ന് ഇമാം ഇബ്നു കസീറും മറ്റുമൊക്കെ ഉദ്ധരിച്ചത് കാണാം. അതായത് അവരെല്ലാം പറയുന്നത് യഹൂദികൾ ഇങ്ങനെ ഒരു നബിയെ കാത്തിരുന്നു. അതാണ് അള്ളാഹു ഈ ആയത്തിൽ എന്ത് പറഞ്ഞു? യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, കാഫറുകൾക്ക് മേൽ ഇതാ ഒരു നബി വന്ന് ആ നബിയുടെ പിന്നാലെ കൂടി നിങ്ങളൊക്കെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞവരാണ്. പക്ഷേ നബി വന്നപ്പോൾ നബിയുടെ ഏറ്റവും കടുത്ത എതിരാളികളിൽ ആരാണുണ്ടായത്? യഹൂദികളാണ്. അള്ളാഹു മുസ്ലിമീങ്ങളുടെ എതിരാളികൾ ആദ്യം എണ്ണി പറഞ്ഞ വിഭാഗം, ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ, നിങ്ങൾക്ക് മുഅ്മിനുകളോട് ഏറ്റവും വിരോധം വെച്ച് പുലർത്തുന്നവരായി ആരെ കാണാം? ആദ്യം അള്ളാഹു എണ്ണിയതാരാണ്? യഹൂദികളാണ്. വല്ലദീന അശ്റകൂ, പിന്നീട് മുശ്രിക്കുകളും. യഥാർത്ഥത്തിൽ യഹൂദികൾ ആരാണ്? അവരിലെ വലിയൊരു വിഭാഗം അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. നമ്മൾ നോക്കണം, ശിർക്ക് ചെയ്യുന്നവരല്ല. ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിൻ്റെ നബിയാണെന്ന് പറഞ്ഞ യഹൂദികളെല്ലാവരുമല്ല, മറിച്ച് അവരൊരു വിഭാഗമാണ്. ഒരു വിഭാഗത്തിനൊരു വാദമുണ്ടെങ്കിൽ അത് ആ വിഭാഗത്തിൻ്റെ വാദമായി പറയുന്നതിൽ തെറ്റില്ല. അവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടർക്ക് ആ വാദമുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഉണ്ടോ ഓരോരുത്തർക്കുണ്ടോ എന്ന് ചോദിച്ചു വരേണ്ടതില്ല. നിങ്ങളൊരു കൗമ അങ്ങനെ പറഞ്ഞു, അത് നിങ്ങളുടെ വാദമായി പറയാം. അതിനുള്ള തെളിവാണെന്ത്? അള്ളാഹു പറഞ്ഞു, വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹു പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന് യഹൂദികൾ പറഞ്ഞു. അവരിലെല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവരൊരു വിഭാഗം പറഞ്ഞു എന്നത് അവർ പറഞ്ഞു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി. ഇങ്ങനെ ചില പിഴച്ച വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞ ചില ആളുകളൊന്നും ചോദിച്ചു, അവരിലെല്ലാവരും അങ്ങനെ ഇല്ലല്ലോ, ഓരോരുത്തരും അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ഏത് കൗമാണ് ദുനിയാവിലുള്ളത്? അവരുടെ വാദം ഓരോ കുട്ടിയും പറയുന്ന അങ്ങനെ ഒരു കൗമിനെയും ചിലപ്പോൾ നമുക്ക് ദുനിയാവിൽ കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ഒരു കൗമിൻ്റെ വാദമായി അത് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വാദമാണ്, അവർക്ക് അങ്ങനെ വാദമുണ്ട്, അവരതിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അള്ളാഹു എന്ത് പറഞ്ഞു? വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, നസ്രാനികൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിൻ്റെ സന്താനമാണ് എന്ന്. നസ്രാനികളിൽ എല്ലാവരും പറയുന്നുണ്ടോ? ഇല്ല. അത് പറയാത്ത നസ്രാനികളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്ന നസ്രാനികൾ ഒരു ഭാഗം എന്താണ് പറയുന്നത്? ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണെന്നാണ്.
അള്ളാഹു അല്ല, സന്താനവുമല്ല, മൂന്നിലൊന്നുമല്ല, പിന്നെ ആരാ? നബിയാണ്. മുസ്ലിമായോ? ഇല്ല, കാഫറാണ്. എന്താ കാരണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അവൻ അംഗീകരിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നബിയാണെന്ന് അവൻ അംഗീകരിക്കുന്നില്ല. കാഫിർ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവൻ ആ വിശ്വാസത്തിനായി മരിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിൽ ശാശ്വതനാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അന്തിമ റസൂലിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവൻ വിശ്വസിച്ചില്ല. ഇനി വേറൊരു കൂട്ടരുണ്ട്, നസ്രാനികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയോ എന്താ അവർ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞിട്ടും അവർ മുഅ്മിനായില്ല, മുസ്ലിമായില്ല, കാഫറായി. അതെങ്ങനെ? കാരണം അവരുടെ വാദം മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ്, പക്ഷെ അറബികളിലേക്കുള്ള റസൂൽ ഞങ്ങൾക്ക് ബാധകമല്ല. ആരിലേക്കുള്ള റസൂൽ? അറബികളിലേക്കുള്ള റസൂൽ. സുബ്ഹാനല്ലാഹ്. ഈ വിഭാഗത്തിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ് എന്ന കിതാബിൽ മറുപടി പറഞ്ഞത് കാണാം. നസ്രാനികൾക്ക് മറുപടിയാണ് ആ കിതാബ്. അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ്, മസീഹിൻ്റെ ദീൻ മാറ്റിമറിച്ചവർക്കുള്ള ശരിയായ മറുപടി എന്നാണ് കിതാബിൻ്റെ തലക്കെട്ടിൻ്റെ അർത്ഥം. വേറൊരു കിതാബ് യഹൂദികൾക്കും നസ്രാനികൾക്കും മറുപടി പറയുന്നത് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമിനുണ്ട്. ഹിദായത്തുൽ ഹയാറ ഫി അജ്വിബത്തിൽ യഹൂദി വൻ നസാറ, അന്താളിച്ചു പോയവനുള്ള നേർമാർഗം. ആർക്കുള്ള മറുപടിയാണിത്? ലിൽ യഹൂദി വൻ നസാറ, യഹൂദികൾക്കും നസ്രാനികൾക്കുമുള്ള മറുപടി. ഷെയ്ഖുൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കിതാബിൽ ജവാബു സഹീഹ് എന്ന കിതാബിൽ ഈ ഖൗമിന് മറുപടി പറഞ്ഞത് കാണാം. എന്താണ് അതിലെ പ്രധാനപ്പെട്ടൊരു മറുപടി? കൂട്ടരെ, നിങ്ങൾ പറയുന്നു അള്ളാഹിൻ്റെ നബിയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ഞങ്ങൾക്കുള്ള റസൂലല്ല. ശരി, നബിയാണെങ്കിൽ നബി കളവ് പറയുമോ? ഇല്ല. ആ നബിയാണ് അള്ളാഹു തനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ഈ ഖുർആനിലൂടെ പറയുന്നത് ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഓ മനുഷ്യരെ, ഞാൻ നിങ്ങൾ മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹിൻ്റെ റസൂലാണ്. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറയുന്നത് നബിയാണെങ്കിൽ കളവ് പറയുമോ? ഇല്ല. ആ നബിയാണ് പറയുന്നത് ഞാൻ മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള റസൂൽ, വബുഇസ്തു ഇലന്നാസി കാഫ, ഞാൻ മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നബിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നോക്കൂ, യഹൂദികൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, പരലോകത്തിൽ വിശ്വസിച്ചു, സ്വർഗമുണ്ട് നരകമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുകയാണ്, ഒരു സഹാബി ഒന്ന് പറയാണ്, അദ്ദേഹം മറ്റൊരു നാട്ടിൽ പോയപ്പോൾ ഒരു യഹൂദിയായ വയസ്സായ സ്ത്രീ ഒരു കുടം വെള്ളം ഇങ്ങനെ ചുമന്നിട്ട് പോവാണ്. യഹൂദിയത്തായ ഒരു വയസ്സായ സ്ത്രീയാണ്. അതിങ്ങനെ ആ സ്ത്രീ ഇങ്ങനെ വെള്ളം കൊടുന്നുകൊണ്ട് പോകുമ്പോൾ പിന്നിലൂടെ ഒരുത്തൻ, ഒരു മോശക്കാരനായ ഒരു ചങ്ങാതി, നാട്ടിലൊക്കെ അങ്ങനെ റൗഡികളായി നടക്കുന്ന ചില ആളുകളുണ്ടാവുമല്ലോ, ആ കൂട്ടത്തിലുള്ള ഒരാൾ വന്ന് ഈ സ്ത്രീയുടെ മുതുകിന് ചവിട്ടി കാലുകൊണ്ട് തൊഴിച്ചു. സ്ത്രീ ചുമന്ന വെള്ളമൊക്കെ കൊണ്ട് അവിടെ വീണു. ആ സ്ത്രീ എഴുന്നേറ്റ് ഇവനോട് പറഞ്ഞു, ഇതാ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കുർസിയിൽ അതിന്മേൽ ആരോഹണം ചെയ്യുകയും അവൻ വരികയും എന്നിട്ട് ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ഇതിനവൻ പരിഹാരം കാണും. പരലോകത്തെക്കുറിച്ച് ഈ സ്ത്രീ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ഈ കണ്ട കാഴ്ച പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർദ്ദിതരായ ആളുകൾക്ക് നീതി കിട്ടാത്തൊരു ജനത ഒരിക്കലും വിജയിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ പറഞ്ഞ് അംഗീകരിക്കാം. അനീതി ചെയ്യരുത്, ആളുകളോട് ദ്രോഹം പാടില്ല എന്ന് പറയുകയാണ്. നമുക്ക് പരലോകമുണ്ട് എന്ന് വിശ്വാസമുണ്ട്, സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വാസമുണ്ട്. ശരിയാണ്, അതിലെ ചില വിശദാംശങ്ങൾ, ഇപ്പം നസ്രാനികൾക്ക് അവർ പരലോകത്തെ സ്വർഗത്തിലെ ആഹാരം, പാനീയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. സ്വർഗമെന്ന് പറഞ്ഞാൽ അത് കേവലം ആത്മീയ സുഖം മാത്രം. ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ചേർത്ത് പറയപ്പെട്ട ചില ആളുകൾക്കും ഈ വാദം ഉണ്ടായിരുന്നു. ഇബ്നു സീന എന്നറിയപ്പെടുന്ന ആൾ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പലരും പിന്നെ മെഡിക്കൽ സയൻസിന് മുസ്ലിമീങ്ങൾ നൽകിയ സംഭാവന ആയി എണ്ണുന്ന ആളാണ്. അയാൾ എഴുതിയ ഖാനൂൻ ഫി തിബ്
എന്നു പേരുള്ള കിതാബ് മെഡിക്കൽ സയൻസിലെ ഏറ്റവും പഴയ പുസ്തകമായി കണക്കിലാക്കപ്പെടുന്നു. വലിയ വലിയ യൂറോപ്പിലെയോ അമേരിക്കയിലോ മറ്റോ യൂണിവേഴ്സിറ്റിയിലൊക്കെ അയാളുടെ വലിയ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും അറിയപ്പെട്ട ആളാണ്. മുസ്ലിം പഴയകാല ഡോക്ടർമാരിൽ വളരെ അറിയപ്പെട്ട ആളാണ്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള മുൻഗാമികൾ ദലാലത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിച്ചത് കാണാം. കാരണം ആളുടെ വാദം എന്താണ്? ആൾ ഡോക്ടർക്കാണ് ശരി, പക്ഷെ പരലോകത്ത് ശരീരം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്നാണ് ആളുടെ വാദം. ഈ ശരീരത്തെ ആളുകൾ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല. എന്ത് മെഡിസിൻ പഠിച്ചിട്ട് എന്താണ് കാര്യം? അതിൽ കണ്ടുപിടുത്തം നടത്തിയിട്ട് എന്താണ് കാര്യം? ഈ കുഫറിൻ്റെ വാദം പറഞ്ഞിട്ട് പരലോകത്ത് അള്ളാഹു റൂഹിനെ മാത്രം ഉയർത്തെഴുന്നേൽപ്പിച്ചേക്കാം എന്ന വാദം അത് കുഫറാണ്. റൂഹിനെയാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക, റൂഹിനെയും ജസദിനെയുമാണ്, ആത്മാവിനെയും ശരീരത്തിനെയുമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യൻ ജീവിച്ചത്, നന്മ ചെയ്തത് തിന്മ ചെയ്തത് കേവലം റൂഹ് കൊണ്ടാണോ? റൂഹ് കൊണ്ടും ശരീരം കൊണ്ടുമാണ്. അതുകൊണ്ട് പരലോകത്ത് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക റൂഹിനെയും ജസദിനെയുമാണ്, ആത്മാവിനെയും ശരീരത്തെയും. സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക റൂഹിനെയും ജസദിനെയുമാണ്. നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക റൂഹിനെയും ജസദിനെയുമാണ്, ശരീരത്തെയും ആത്മാവിനെയുമാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ചില വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പലരും പറയും. അതിൽ കുഫറാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾപ്പെട്ടതാണിത്. നസ്രാനികൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? അത് പരലോകത്ത് അത് പിന്നെ അവിടെ ഭക്ഷണം ലഭിക്കും, വെള്ളം ലഭിക്കും, അവിടെ ഇണകളുണ്ടാകും എന്നൊക്കെ പറയുന്നത് സ്വർഗത്തിലെ മോശമാക്കലാണ്. അത് കേവലം ആത്മീയ സുഖം മാത്രം എന്ന് പറയുന്നു. അത് പരലോകത്തെ മറ്റൊരർത്ഥത്തിൽ നിഷേധിക്കലാണ്. ശരി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അവരിൽ പലർക്കും. പക്ഷേ മൊത്തത്തിൽ പരലോകമുണ്ട് എന്ന വിശ്വാസമുണ്ട്. യഹൂദികൾ നമ്മെപ്പോലെ ഛലാകർമ്മം ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ നബിമാരിൽ ഒരുപാട് പേരിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷേ ഒരു നബിയിൽ വിശ്വസിച്ചാൽ ബാക്കി നബിമാരിലൊക്കെ അവിശ്വസിച്ചവരായി തീർന്നു. ഒരു നബിയിൽ അവിശ്വസിച്ചാൽ ബാക്കി നബിമാരിൽ മുഴുവൻ അവിശ്വസിച്ചവനായി തീർന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് നോക്കൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അസറിൽ നിഷേധിച്ചാൽ അവൻ കാഫറായി പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയണം ഖുർആൻ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു, ഒരായത്ത് മാത്രം ഞാൻ വിശ്വസിക്കില്ല. ഒരായത്തിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ചെറിയൊരായത്ത്, സൂറത്ത് റഹ്മാൻ ഒരായത്തുണ്ട്, മുദ്ഹാമ്മത്താൻ, ഒറ്റ ആയത്താണ്, ഒറ്റ വാക്കേ ആയത്തുള്ളൂ. ഒരാൾ പറയുന്നു ഈ ആയത്തിൽ ഞാൻ വിശ്വസിക്കില്ല, ഇത് അള്ളാഹു അവതരിപ്പിച്ചതല്ല. എന്താണ് അവൻ്റെ വിധി? കാഫറാണ്, ഇസ്ലാം എന്ന് പുറത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം എന്ത്? നാഖിദ്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുള്ളതുപോലെ പുറത്തുവാനുള്ള വഴിയുണ്ട്. അതിനാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയും. ഒരാളുടെ ഇസ്ലാം മുറിച്ച് കളയുന്ന കാര്യങ്ങൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണ്. ചില ആളുകൾ മുർത്തദായി അവൻ്റെ അനുയായിയായി പോയി. എന്നിട്ട് അവൻ്റെ സന്ദേശവാഹകനായി, അവൻ്റെ സന്ദേശം കൈമാറാൻ അവൻ്റെ ദൂതുമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറയുകയാണെന്ത്? നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മുസൈലിമയും, മുഹമ്മദിന് മാത്രമല്ല പിന്നെയോ മുസൈലിമയും, റഹ്മാനുൽ യമാമ എന്നാണ് അവൻ സ്വയം വിളിച്ചത്. യമാമ ഇവിടെ റിയാദിന് അടുത്താണത്. യമാമയിൽ ആണവൻ്റെ സൈന്യം. ബനു ഹനീഫ ഗോത്രക്കാർ ഒരുപാട് പേർ അവനെ പിൻപറ്റി. വലിയ നോക്കൂ, അവനുമായുള്ള യുദ്ധത്തിൽ ഒരുപാട് ഹാഫിളുകളായ സഹാബത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊടിയ യുദ്ധമായിരുന്നു അവനുമായിട്ട് നടന്നത്. അതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശുക്റിൻ്റെ സുജൂദ് ചെയ്തു. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്താണ് അവൻ കൊല്ലപ്പെടുന്നത് റളിയല്ലാഹു അൻഹു. അപ്പോൾ നോക്കൂ, അവൻ്റെ ആളുകൾ എന്ത് പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, മുസൈലിമയും അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇത് പറഞ്ഞപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലൗല അന്ന റുസുൽ ലം യുഖ്തൽ ലഖതൽതുകുമ. ദൂതന്മാർ ഏത് കൊടിയ ശത്രുവാണെങ്കിലും അവൻ്റെ ഒരു ദൂതുമായി ഒരാൾ വരികയാണ്, ഒരു മെസ്സേജുമായി, ഒരു സന്ധി സംഭാഷണത്തിന് അവരുടെ പ്രതിനിധി വരികയാണെങ്കിൽ അവരൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഇസ്ലാമിലെ നിയമമാണ്. എത്ര കൊടിയ ശത്രുവാണെങ്കിലും ഒരു സംഭാഷണത്തിൽ വന്നാൽ അവരെ കൊല്ലാം. അത് ചതിയാണ്. ചതി ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയുള്ള ദൂതന്മാരെ കൊല്ലാൻ പാടില്ല, അല്ലായിരുന്നെങ്കിൽ രണ്ടുപേരെയും ഞാൻ കൊല്ലുമായിരുന്നു, വധശിക്ഷ നൽകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് രണ്ടുപേരോടും പറഞ്ഞത് കാണാം. എന്ത് പറഞ്ഞതിനാ? മുസൈലിം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിച്ചവനാണ് ഈ പറയുന്നത്.
പക്ഷേ അവൻ്റെ ആ വിശ്വാസം ബാത്തിലായി പോവും. കള്ള പ്രവാചകന്മാരിൽ വിശ്വസിച്ചാൽ, ഒരു കള്ള നബിയിൽ വിശ്വസിച്ചവൻ്റെ വിധി എന്താണ്? കാഫറാൻ. ആ നബിയാണെന്ന് പറഞ്ഞവൻ കാഫറാൻ, അവൻ നബിയാണെന്ന് അംഗീകരിച്ചവനും കാഫറുകളാണ്. കള്ള നബിമാർ ആധുനിക കാലത്ത് അവരിൽ ഏറ്റവും കുപ്രസിദ്ധനായവൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന, പഞ്ചാബിലെ ഖാദിയാനിൽ നിന്ന് വന്ന മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്നവനാണ്. അയാൾക്കാണ് ഈ ആധുനിക കാലത്ത് ഒരുപാട് അനുയായികളുണ്ടായ ഒരു കള്ളപ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എൻ്റെ കാലശേഷം 30ഓളം കള്ള നബിമാർ പ്രത്യക്ഷപ്പെടും. ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ 30 എണ്ണം എന്ന് പറഞ്ഞാൽ അനുയായികളെ കിട്ടുന്ന, കുറച്ച് ഫിത്നകൾ ഉണ്ടാക്കി തീർക്കുന്ന 30 എണ്ണം. അതിൽ ഒന്നാണ് ഈ പറഞ്ഞത്, ഈ ആധുനിക കാലത്ത് വന്നത്. എന്താണ് അവരുടെ ഇസ്ലാമിൻ്റെ വിധി? ഇസ്ലാമിൻ്റെ അവരുടെ വിധി എന്താണ്? ആ വന്ന് പറഞ്ഞവനും അവരുടെ അനുയായികളും ഇസ്ലാമിന് പുറത്താണ്, കുഫാറുകളും മുർത്തദ്ദികളുമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ അവരെ അകറ്റി നിർത്തിയിരുന്നു. അതായത് പൂർണ്ണമായി ഹജർ ചെയ്തിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കുകയോ ക്ഷണിക്കുകയോ അതുപോലുള്ള സാമൂഹിക ബന്ധങ്ങൾ നടത്തുകയോ ചെയ്യാതെ. കാരണം എന്താണ്? അപ്പോൾ പുറത്തുള്ള കാഫറുകളോ അവരോട് നിങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ എന്ന് ചോദിക്കും. രണ്ടാണ്. അസ്ലിയായ ഒരു കാഫറിനേക്കാൾ മുസ്ലിം ഉമ്മത്തിന്, ഇസ്ലാമിക വിശ്വാസത്തിന് ഉപദ്രവം ചെയ്യുകാരൻ മുർത്തദ്ദികളാണ്, ഇസ്ലാമിൽ ആയിട്ട് പുറത്തു പോയവനാണ്. അസ്ലിയായ കാഫിർ അവൻ നേരത്തെ അവൻ്റെ ദീനിലാണ്, നമുക്കറിയാം അവൻ ആ ദീനിലാണ്, അവനറിയാം നമ്മൾ ഈ ദീനിലാണ്, നമ്മളും അവനുമായി പരസ്പര ധാരണയിൽ കഴിഞ്ഞു പോകുന്നു. അവനേക്കാൾ ഈ ഉമ്മത്തിന് ഉപദ്രവം ഉണ്ടാക്കുക, ഈ ഉമ്മത്തിലെ വിശ്വാസത്തിന് ഉപദ്രവം ഉണ്ടാക്കുക, മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് ഉപദ്രവം ഉണ്ടാക്കാനാണ് ഇസ്ലാമാണെന്ന് അവകാശപ്പെടുന്ന മുർത്തദ്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ട് പുറത്തു പോയവൻ. അവൻ്റെ ഷർറ് വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് അവരെ മുസ്ലിമീങ്ങൾ കുഫാറുകളായി പ്രഖ്യാപിക്കുകയും ഈ വക രൂപത്തിൽ അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അത് ഖൈറായ ഏറ്റവും നല്ല മുസ്ലിം മക്കളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യമാണ്. കാരണം ദീനിൽ ഹജർ എന്ന് പറയുന്ന വകുപ്പുണ്ട്. ഇസ്ലാമിനും അതുപോലെ ഇസ്ലാമിൻ്റെ അഖീദക്കും കേടുപാടുകൾ ഉണ്ടാക്കുന്ന ആളുകളെ അകറ്റി നിർത്തുക എന്ന വകുപ്പ് ഇസ്ലാമിലുണ്ട്. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ആർക്കാണത് അറിയാത്തത്? കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ കുട്ടികൾ ഒരു തോന്നിവാസിയായ വൃത്തികേടുകളിൽ നടക്കുന്ന ഒരുത്തനാണ്, നിങ്ങൾക്കറിയാം, അവന് മയക്കുമരുന്നോ അല്ലെങ്കിൽ അതുപോലുള്ള വൃത്തികേടുകളോ ലൈംഗികമായ മോശം സ്വഭാവങ്ങളുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കളോട് എന്ത് പറയും? അവൻ്റെ കൂടെ കൂടരുത്, അവനെ അടുപ്പിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ച തോറും അവനെ വീട്ടിൽ കയറ്റി സൽക്കരിക്കോ, അവനുമായി ബന്ധം പുലർത്തുവോ? ഇല്ല, ചെയ്യുകയില്ല. പോട്ടെ, ഇതൊന്നും ചെയ്തിട്ടില്ല, ആൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങൾ ബഹുമാനിക്കുന്ന ആളെങ്കിലും തെറി പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അവനെ ബഹുമാനിച്ച് നടക്കുമോ? അവനുമായി അണന്ന ബന്ധം സ്വീകരിക്കുമോ? അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ ദീനിന് പരിക്കേൽപ്പിക്കുന്ന, ദീനിനെ അപഹസിക്കുന്ന, ദീനിനെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ മുസ്ലിം ഉമ്മത്തിൽ പലർക്കും ഇന്നതറിയാതെ പോയിരിക്കുന്നു. വളരെ സങ്കടകരമായ ഒരു കാഴ്ച ഈ അടുത്ത് ഒരു മുസ്ലിം കുടുംബം അവരുടെ ഏതോ ഒരു അകന്ന ബന്ധുവാണത്ര ഒരു അറിയപ്പെട്ട നിരീശ്വരവാദി, മുസ്ലിം പേരുള്ള നിരീശ്വരവാദി. അവരുടെ ഏതോ അകന്ന ബന്ധുവാണത്ര അറിയപ്പെട്ട നിരീശ്വരവാദി. അള്ളാഹുവിനും റസൂലിനൊക്കെ എതിരിൽ പരിഹാസം പുലമ്പുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരു പ്രായമുള്ള ഒരാൾ. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നപ്പോൾ അടുത്ത ഒരു ബന്ധുവാണ് എന്ന നിലക്ക് ഈ നജസിനെ പിടിച്ചിട്ട് സ്റ്റേജിലിരുത്തിയിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്ര മോശമാണിത്. അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ ചെയ്തത്. പ്രിയ സഹോദരങ്ങൾ, ഇതെങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു? എന്ത് വിലയാണ് ഇവർ അള്ളാഹുവിനും അവൻ്റെ ദീനും നൽകിയിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്? പല ആളുകൾക്കും അതാണ്. അവരവരുടെ ദീൻ അവരങ്ങനെ ചിലപ്പോൾ ഒരു 10 പോകുന്നുണ്ടാവും. പക്ഷേ ദീനിനെന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. ദീനിന് ആരെന്ത് പറഞ്ഞാൽ അത് വിഷയമല്ല. അവർ തിന്നാനും കുടിക്കാനും അവരുടെ സ്വൈര ജീവിതം വൃത്തിക്ക് നടന്നാൽ മതി. അല്ല സഹോദരങ്ങളെ, ഈമാനിൻ്റെ ബലവത്തായ കയറുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പെന്ന് പറയുന്നത്. നല്ല ആളുകളോട് നിനക്ക് സ്നേഹമുണ്ടോ? ദീനിനു വേണ്ടി സംസാരിക്കുന്ന, അതുപോലെ ദീനിനു വേണ്ടി സംസാരിച്ച് അതിനുവേണ്ടി സേവനങ്ങൾ ചെയ്തു മരിച്ചുപോയ ഇമാമിയങ്ങൾ, മഹാന്മാരായ ഇമാമിയങ്ങൾ, സഹാബത്ത്, 4 ഇമാമിയങ്ങൾ, അതുപോലെ പിൽക്കാലത്ത് വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ ഉലമ, ഷെയ്ഖ് ബിൻ ബാസ്, ഇബ്നു ഉസൈമീൻ, അൽബാനി, ഇന്നും ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ സ്നേഹം തോന്നുകയും
അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും മോശമാക്കി പറയുന്ന, ദീനെ നിഷേധിക്കുന്ന കുഫറിൻ്റെ ബിദ്അത്തിൻ്റെ കക്ഷികളോട് നിനക്ക് മനസ്സിൽ വെറുപ്പ് തോന്നുകയും ചെയ്യുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രതീക്ഷക്ക്, വലിയ പ്രതീക്ഷക്ക് വകയുള്ളൊരു അമലാണ്, ഖൽബിൻ്റെ അമലാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ പ്രതീക്ഷ. ചിലപ്പോൾ നിൻ്റെ ഒരുപാട് നീ കൈകൊണ്ട് സമ്പത്തുകൊണ്ട് ചെയ്യുന്ന അമലിനേക്കാൾ അള്ളാഹിൻ്റെ മുന്നിൽ അത് പ്രയോജനപ്പെടും. നിസ്സാരമായ കാര്യമല്ലത്. എന്നാൽ ഈ വക ആളുകൾക്ക് ഇതൊന്നും യാതൊരു പ്രശ്നമില്ല. അള്ളാഹിനെ അവൻ്റെ ദീനിനെയും പരിഹസിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുന്ന ആളുകളുമായി അവർക്ക് എന്തൊരു ചിരിയും കളിയും തമാശയൊക്കെയാണ്. അപ്പോൾ സഹോദരങ്ങൾ, വ്യത്യാസമുണ്ട്. നമ്മൾ നല്ല നിലക്ക് പെരുമാറാൻ, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. പക്ഷെ ദീനിൻ്റെ ശത്രുക്കളായ ആളുകൾ, അവരോടുള്ള നിലപാട് അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസ്ലിയായ കാഫിർ, നേരത്തെ നമുക്ക് അവൻ ഒരു മുസ്ലിം അല്ലാത്ത കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ്. നമ്മൾ ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആളാണ്. മുആമലത്ത്, അവനുമായുള്ള മുആമലത്ത് നന്നാക്കുന്നത് കൊണ്ട് അവനോട് നല്ല വാക്ക് പറയുന്നു, നല്ല ഉപകാരം ചെയ്തു കൊടുക്കുന്നു, അതിൽ പ്രശ്നമില്ല. മാത്രമല്ല പലപ്പോഴും ഇസ്ലാമിലേക്ക് അവന് അടുപ്പമുണ്ടാകാൻ അത് കാരണമാകും. പക്ഷേ അറിയപ്പെട്ട ഇസ്ലാമിൻ്റെ വിരോധികൾ, അവരോട് നല്ല നിലപാട് വേറെയാണ്. ആളുകളോട് എല്ലാവരോടും ഒരേ നിലപാടല്ല. ഓരോന്നിനും അതിൻ്റെ മഖാമും അതിൻ്റെ മക്കാലുമുണ്ട്. ഓരോന്നിനും അതിൻ്റെ സ്ഥാനവും ആ സ്ഥാനത്തുള്ള വർത്തമാനവുമുണ്ട്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ. അപ്പോൾ നോക്കൂ, യഹൂദികൾ ഈ അസൂയ കൊണ്ട്, അവരുടെ ഈ പക കൊണ്ടാണ് ഈ ദീൻ സ്വീകരിക്കാതെ പോയത്. അസൂയയുടെ അപകടം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അസൂയ ചിലപ്പോൾ നമ്മൾ എന്തിലേക്ക് നയിക്കും? ഒരാളോട് ഉള്ള നമ്മുടെ അസൂയ ചിലപ്പോൾ അയാൾ നിലകൊള്ളുന്ന ദീനിനോട്, അല്ലെങ്കിൽ അയാൾ നിലകൊള്ളുന്ന സത്യത്തിൻ്റെ നിലപാടിനോട് തന്നെ നമുക്ക് ചിലപ്പോൾ വിരോധമായി മാറിയേക്കും. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അയാൾ ഇപ്പുറത്താണോ എന്നാൽ ഞാൻ അവിടെ ഇല്ല, ഞാൻ ഇപ്പുറത്തും. എന്താ കാരണം? അയാൾ എനിക്കിഷ്ടമല്ല. ഇതൊരിക്കലും പാടില്ല. അതായത് ദീനിൻ്റെ നിലപാട് അത് വേറെ. മനുഷ്യർ തമ്മിൽ, എല്ലാവരും തമ്മിൽ അണഞ്ഞ ബന്ധവും സ്നേഹവും ഉണ്ടാവുകയില്ല. മുസ്ലിമീങ്ങളാണ് എന്ന അസ്ലിയായ ആ ഈമാനിൻ്റെ ഉഖുവത്ത് ഉണ്ട് എങ്കിൽ പോലും മുസ്ലിമീങ്ങളിൽ എല്ലാവരോടും നമുക്ക് എല്ലാവരും ഒരേപോലെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ നമുക്ക് ആവുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ അർവാഹു ജുനൂദും മുജന്നദ, റൂഹുകളെന്ന് പറയുന്നത് സൈന്യങ്ങളെപ്പോലെയാണ്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. അതിൽ പരസ്പരം അടുക്കുന്നത്, ഇണങ്ങുന്നത് തമ്മിൽ ഇണങ്ങിച്ചേരും, യോജിക്കുന്നത് തമ്മിൽ ഇണങ്ങിച്ചേരും, അല്ലാത്തത് തമ്മിൽ വേർപിരിയും. ആളുകൾ, പക്ഷികൾ അതിൻ്റെ അതേ ജിൻസിൽപ്പെട്ട അതുപോലുള്ള പക്ഷികളുടെ കൂടെയാണ് പോയിരിക്കുക എന്നതുപോലെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, മക്കയിൽ ഒരു തമാശക്കാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു, തമാശ പറയുന്ന ഒരു സ്ത്രീ. അവർ മദീനയിലെത്തിയപ്പോൾ അവർ താമസമാക്കിയത് മദീനയിലൊരു തമാശക്കാരിയായ സ്ത്രീയുടെ കൂടെയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, എൻ്റെ ഹബീബ് അല്ലെങ്കിൽ എൻ്റെ ഖലീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞു, അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കൾ സൈന്യങ്ങളെപ്പോലെയാണ്. അവർ ഒരേ വേഷത്തിൽ അവരെ പോലുള്ളവരുടെ കൂടെയല്ല പോയി നിൽക്കുക. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. പരസ്പരം യോജിക്കുന്ന ഇണങ്ങിച്ചേരും, അല്ലാത്തത് വേർപിരിയും. അതുകൊണ്ട് കാണാൻ ചില ആളുകൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, കാരണം അവർ തമ്മിൽ യോജിക്കും. ചില ആൾ തമ്മിൽ അത്ര ഉണ്ടാവില്ല, ചില ആൾ തമ്മിൽ അതിനൊക്കെ അത്ര പോലും ഉണ്ടാവില്ല. ഇതാളുകളുടെ പ്രകൃതം അനുസരിച്ചാണ്. അതിൽ ആർക്കും ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വിവാഹവും ഇസ്ലാമിൽ തലാഖുമുള്ളത്. ഇസ്ലാമിൽ വിവാഹമുണ്ട്, അതുപോലെ തലാഖുമുള്ളത്. എന്തുകൊണ്ടാണ്? അവർ രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ യോജിച്ചു പോകണമെന്നില്ല. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി. അദ്ദേഹത്തിൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, നബിയെ, സാബിത്തിൻ്റെ ദീനിലോ മറ്റോ എനിക്ക് യാതൊരു പരാതിയും പറയാനില്ല. ഫഇന്നി വലാകിന്നി അഖാഫുൽ കുഫ്ര ബഅദൽ ഇസ്ലാം. പക്ഷേ ഞാൻ നന്ദി കേട് കാണിച്ചു പോകുമോ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്ന് പേടിയാകുന്നു. അതുകൊണ്ട് എനിക്ക് സാബിത്തുമായുള്ള ബന്ധം വേർപെടുത്തി തരണം. സാബിത്ത് റളിയല്ലാഹു അൻഹു കാണാൻ തീരെ സൗന്ദര്യമില്ലാത്തൊരു സഹാബിയായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഏറ്റവും മനോഹരമായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വേർതിരിക്കുകയാണ്. നിനക്ക് സാബിത്ത് വിവാഹത്തിൻ്റെ സമയത്ത് തന്ന ആ തോട്ടം തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? ആണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം വേർപെടുത്തുകയാണ്. സ്ത്രീ അങ്ങോട്ട് ന്യായമായ കാരണം കൊണ്ട് ആവശ്യപ്പെട്ട്
തലാഖ് നടക്കുന്നതിന് ഖുല എന്ന് ഇസ്ലാമിൽ പറയും. അതിൻ്റേതായ വിധിവിലക്കുകളുണ്ട്. നബി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ രണ്ട് സഹാബിമാർ തമ്മിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണ്. ആളുകൾ എല്ലാവരും തമ്മിൽ യോജിക്കുകയില്ല. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ ആദ്യത്തെ ഭർത്താവായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ. നബിയുടെ ഹിബ് എന്നറിയപ്പെട്ട, നബിക്ക് പ്രിയപ്പെട്ട സഹാബി. സൈനബ് ബിൻത് ജഹ്ഷ് ആകട്ടെ നബിയുടെ കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവരുടെ മക്കളിൽ പെട്ട സഹാബിമാരിലൊരാണ്, സഹാബി വനിതകളിലൊരാണ്. അവർ തമ്മിൽ യോജിച്ചു പോയില്ല. നബിയാണ് അവർ വിവാഹം കഴിപ്പിച്ചത്, യോജിച്ചു പോയില്ല, തലാഖിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൈനബിനെ വിവാഹം ചെയ്തത്. പിന്നീട് നോക്കൂ, രണ്ടുപേരും ശ്രേഷ്ഠരായ സഹാബിമാരാണ്, പക്ഷേ തമ്മിൽ യോജിപ്പുണ്ടായില്ല. അത് സ്വാഭാവികമാണ്. പറഞ്ഞു വന്നത് നോക്കൂ, ആളുകളോട് ഉള്ള ഈ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റേതായ സ്ഥാനം ഓരോരുത്തർക്ക് എന്താണ് നൽകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അസൂയ കൊണ്ട് ഇവർ ഈ ഹക്കിനെ തള്ളിക്കളഞ്ഞു. അസൂയ അത് നമ്മുടെ ദീൻ നശിപ്പിക്കുന്നതിലേക്ക് നയിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അസൂയ കൊണ്ടാണ് ലോകത്ത് ആദ്യത്തെ മാസിയത്ത് നടന്നത്. അസൂയ കൊണ്ടാണ് ലോകത്ത് ആദ്യത്തെ കൊലപാതകവും നടന്നത്. ആദ്യത്തെ മാസിയത്ത്, അള്ളാഹുവിനോടുള്ള ആദ്യത്തെ ധിക്കാരം ഇബ്ലീസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ആദം നബി അലൈഹിസ്സലാമിനോടുള്ള അസൂയയുണ്ട്. ആദ്യത്തെ കൊലപാതകം നടന്നത് ആദം അലൈഹിസ്സലാമിൻ്റെ 2 മക്കളിൽ ഒരാൾ ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയത് അസൂയ കൊണ്ടാണ്. കാരണം അസൂയായിരുന്നു. അതിന് പിന്നിൽ കഥയുണ്ട്, പക്ഷെ കാരണം ഇതായിരുന്നു, അസൂയ കൊണ്ടാണ്. അത് മനുഷ്യൻ്റെ ദീൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ആളുകൾക്ക് എന്തെങ്കിലും ഖൈർ ലഭിക്കുമ്പോൾ അതുപോലുള്ളത് ലഭിക്കാൻ മനുഷ്യന് ആഗ്രഹം തോന്നും. ഒരാൾക്ക് ഷർറ് ഉണ്ടായാൽ ആ ഷർറ് പോലുള്ളത് നമുക്ക് വരരുത് എന്ന് ആഗ്രഹം തോന്നും. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണത്. പക്ഷെ ഒരാൾ നശിച്ചു പോകുന്ന അസൂയ എന്താണ്? തൻ്റെ സഹോദരന് അവൻ്റെ ഖൈർ നശിക്കണം എന്നാഗ്രഹിക്കുക, അവന് ഷർറ് വരണം എന്ന് ആഗ്രഹിക്കുക. അതാണ് ഒരാളെ നശിപ്പിച്ച് കളയുന്ന അസൂയ. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതികളിൽപ്പെട്ടതാണെന്ത്? എന്നെക്കാളും മുകളിൽ ഒരാൾ പോരും, ഞാൻ ഏറ്റവും മുകളിലെത്തണം എന്ന ചിന്ത മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ്. അവനത് പലപ്പോഴും ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരാൾക്ക് ഖൈർ കിട്ടുമ്പോൾ അയാൾ ഏത് നിലയ്ക്ക് അയാൾക്ക് പ്രയാസം തോന്നുകയാണ്, എനിക്കത് കിട്ടിയില്ലല്ലോ, അയാൾ എന്നെക്കാളും മുകളിൽ പോയല്ലോ. ഇത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ്, പലപ്പോഴും മനുഷ്യന് ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ അത് ഒഴിവാക്കുകയും അള്ളാഹു തനിക്ക് തന്നതിൽ തൃപ്തിപ്പെടുകയും തൻ്റെ സഹോദരന് ഖൈറിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപകടകരമായ അവസ്ഥ എന്താണ്? ഒരാളുടെ നാശം ആഗ്രഹിക്കുമ്പോഴാണ് ഒരാൾ അപകടത്തിലെത്തിച്ചേരുക. അവനെന്ത് ഈ അസൂയക്കാരനെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അവനെ കണ്ടാൽ ഒരാൾക്ക് ഇവനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഖേദമാണ് തോന്നുക. കാരണം അസൂയക്കാരൻ എപ്പോഴും സ്വയം നീറി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? കാരണം അവൻ മറ്റൊരാൾക്ക് കിട്ടുന്ന ഖൈറിൽ വിഷമിക്കുകയാണ്. ഖൈർ ആരാണ് കൊടുക്കുന്നത്? അള്ളാഹുവാണ്. റബ്ബിൻ്റെ ഖൈർ ആർക്ക് കാണാൻ പറ്റും? റബ്ബ് അവന് ഖൈർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് കാണുന്നതിനെ ഇവൻ പ്രയാസപ്പെട്ടാലോ നീറി ഇവൻ സ്വയം ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസൂയക്കാരനെ പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ അള്ളാഹുവിൻ്റെ വിധിയുടെ ശത്രുവാണ്. അള്ളാഹുവിൻ്റെ വിധി കൊണ്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇവൻ ഇത് ഇഷ്ടമാകുന്നില്ല, അള്ളാഹു ഒരാൾക്ക് ഖൈർ കൊടുക്കുന്നത്. ഇങ്ങനെ വലിയ അപകടങ്ങൾ അസൂയ കൊണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. ഇബ്ലീസ് നശിച്ചത് അങ്ങനെയാണ്, യഹൂദികൾ നശിച്ചത് അങ്ങനെയാണ്. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, ആ നിഷേധികൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപം. അതുപോലെ അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു അവർ കോപത്തിനു മേൽ കോപം വാങ്ങി വലിൽ കാഫിരീൻ അദാബും മുഹീൻ, അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. അപമാനകരമായ ശിക്ഷ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല അദ്ദർരി ഫീ സുവരിൻ നാസ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. പരലോകത്ത് യുഹ്ശറുൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എങ്ങനെ? യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാല അദ്ദർരി. സുബ്ഹാനല്ലാഹ്,
ഒരു ഉറുമ്പിൻ്റെ രൂപത്തിൽ, ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ, ഫീ സുവരിന്നാസ്, മനുഷ്യരുടെ രൂപം വലിപ്പമോ ഉറുമ്പിൻ്റെ വലിപ്പം. ഈ വലിപ്പത്തിൽ പരലോകത്ത് അഹങ്കാരികൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇതെപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്? നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പാണ്. മഹ്ശറിൽ വരുന്നതാണ് ഇത്. മഹ്ശറിൽ തന്നെ ചില ആളുകൾ അപമാനിക്കപ്പെടും. ഉദാഹരണത്തിന് വഞ്ചകന്മാർ, ഹദീസിൽ വന്നത് കാണാം, അവരുടെ പിൻഭാഗത്തുകൂടെ ഒരു പതാക ഇങ്ങനെ ഉണ്ടാവും, വഞ്ചനയുടെ പതാക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് നൽകാത്ത ആളുകൾ നരകത്തിലെത്തുന്നതിന് മുമ്പ് ശിക്ഷിക്കപ്പെടും. അവർ കുമ്പാരമായി കൂട്ടിവെച്ച സ്വർണ്ണവും വെള്ളിയുമൊക്കെ അവരെ ശരീരത്തിൽ ചൂടാക്കി വെക്കപ്പെടും. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്, എന്നിട്ട് ഒരാളോട് അയാൾ അനീതി കാണിച്ചു. പരലോകത്ത് അയാൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇങ്ങനെ പല തിന്മകൾക്കും പരലോകത്ത് നരകപ്രവേശനത്തിന് മുൻപേ ശിക്ഷ നൽകപ്പെടും. അതിൽപ്പെട്ടതാണ് അഹങ്കാരികൾ. പരലോകത്തെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എങ്ങനെയാണ്? ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ ആളുകളുടെ രൂപവും. അല്ലാഹു അക്ബർ. എന്തായിരിക്കും അവരുടെ അവസ്ഥ? യഅലൂഹും കുല്ലു ഷൈഇൻ മിനസ് സഗാർ, എല്ലാ നിലക്കുമുള്ള അപമാനം അവരെ മൂടിയിരിക്കും. ചില റിവായത്തുകൾ കാണാം, ആളുകൾ ചവിട്ടി ഞെരിക്കും. ഹത്താ യദ്ഖുലു സിജ്നൻ ഫി ജഹന്നം, നരകത്തിലെ ഒരു ജയിലറയിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. യുഖാലു ലഹു ബൂലസ്, ബൂലസ് എന്നാണ് ആ ജയിലറയുടെ പേരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫയഅലൂഹും നാറുൽ അൻയാർ, തീജ്വാലകൾ, തീയിൽ അവരെ മൂടുന്നതാണ്, അവരുടെ മുകളിൽ അവരെ മൂടുന്നതാണ്. യുസ്ഖൗന മിൻ തീനത്തിൽ ഖബാൽ, തീനത്തുൽ ഖബാലിൽ നിന്നവർ കുടിപ്പിക്കപ്പെടും. ഉസാറത്തി അഹ്ലിൻ നാർ, നരകക്കാരുടെ ഛലവും ശരീരത്തിൻ്റെ ആ ദ്രാവകവുമൊക്കെയാണ് അത്. ഇത് കുടിപ്പിക്കപ്പെടും അഹങ്കാരികൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. പരലോകത്ത് നിന്ദരാക്കപ്പെടും. കിബറിൻ്റെ അടയാളമാണ് ഒരാൾ സത്യം കേട്ടാൽ സ്വീകരിക്കാതിരിക്കുക. അതുപോലെ ആളുകളെ നിന്ദരായി കാണുക, ജനങ്ങളെ മോശക്കാരായി കാണുക, ജനങ്ങളെ നിന്ദരായി കാണുക. നിന്നെക്കാൾ കുറഞ്ഞവരെയാണ് പൊതുവെ നിനക്കത് തോന്നുന്നത്. നമ്മളെക്കാൾ വലിയ ആളുകളെ നമുക്കത് തോന്നില്ലല്ലോ. നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെ പണം കൊണ്ടോ ജോലി കൊണ്ടോ ഭംഗി കൊണ്ടോ അതുപോലെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ അറിവ് കൊണ്ടോ ഒക്കെ നമ്മെക്കാൾ താഴെയുള്ളവരെ നിന്ദരായി കാണുക എന്നത് കിബറാണ്, അഹങ്കാരമാണ്, മോശം കാര്യമാണ്. അങ്ങനെ കാണരുത്. അള്ളാഹുവിനാണ് അറിയുക ആർക്കാണ് അവൻ്റെ അരികിൽ സ്ഥാനമുള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഇതാ കൽപ്പിച്ചിരിക്കുന്നു, എന്ത്? നിങ്ങളെല്ലാവരും വിനയം കാണിക്കാൻ. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ് വലാ യബ്ഗി അഹദുൻ അലാ അഹദ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ തൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മറ്റൊരാളുടെ മേൽ പൊങ്ങച്ചം പറയാൻ പാടില്ല. വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഇല്ലാത്തത് പറഞ്ഞിട്ടും പൊങ്ങച്ചം പറയരുത്. ഇത് സുബ്ഹാനല്ലാഹ്, നമ്മൾ വിചാരിക്കാത്ത വിഷയങ്ങളിൽ വരെ ഇത് വന്നു ചേരും. മദീനയിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞത് കാണാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഇരിക്കുന്ന മജ്ലിസിൽ, അതായത് ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൻ്റെ പരിധിയിൽപ്പെടും, ഒരാൾ തൻ്റെ കൂടെ പഠിക്കണ വേറൊരാളോട് പറയാം. എന്ത്? ഹദീസിൽ പറഞ്ഞ ആദ്യ ഭാഗത്തിൽ ഉൾപ്പെടും, ഞാൻ ഇന്ന കിതാബുകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ഷെയ്ഖുമാരുടെ അടുത്തൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. മറ്റാളോട് പറയാൻ ഇതൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാത്തല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ആദ്യത്തെ കാര്യം, പൊങ്ങച്ചത്തിൻ്റെ പേരിൽ പറയാം. രണ്ടാമത്തെ വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഇതേ കാര്യം തന്നെ. ഉദാഹരണം, ഞാൻ ഇന്ന കിതാബൊക്കെ വായിച്ചിട്ടുണ്ട്, ഇന്നൊന്ന് ഷെയ്ഖുമാരുടെ അടുത്തൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്, ഒന്നുമില്ല, വെറുതെ പറയാണ്, ഇല്ലാത്തത് പറയാണ്. രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഹദീസിൽ വരും. അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് തവാദഉ, വിനയം കാണിക്കുക. ഉള്ളത് പറഞ്ഞിട്ട് നീ പൊങ്ങച്ചം നടിക്കരുത്, ഇല്ലാത്തത് പറഞ്ഞിട്ട് നീ കേമനാകാനും നിൽക്കരുത്. അള്ളാഹുങ്കൽ ഓരോ മനുഷ്യനും എന്താണ് വിലയുള്ളത് എന്ന് റബ്ബിനറിയാം, അറിയുള്ളത്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദ്റ നഫ്സിഹി, സ്വന്തം വില, ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയവൻ അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ എവിടെയാണ്, നമ്മുടെ രഹസ്യ ജീവിതം എന്താണ്, നമ്മുടെ ഇബാദത്ത് എന്താണ്. അള്ളാഹു ബാധ്യതയാക്കിയ കാര്യങ്ങളിൽ ഒരുപാട് ബാധ്യത നമ്മുടെ ചുമലിലുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, പടപ്പുകളോടും, നമ്മുടെ മാതാപിതാക്കളോടും, മക്കളോടും, കുടുംബങ്ങളോടും, സഹോദരങ്ങളോടും, അയൽവാസികളോടും
ഒക്കെയുള്ള ബാധ്യത, ഇതൊക്കെ നമ്മളെവിടെ നിൽക്കുന്നു? നമുക്കറിയാം അള്ളാഹുവിന് അതിനേക്കാൾ നന്നായി അറിയാം. അത് മനസ്സിലാക്കിയവൻ അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. അത് ശരിക്കും തിരിഞ്ഞാൽ ഒരാൾ ആളുകളുടെ മുന്നിൽ പൊങ്ങച്ചം നടിക്കാനോ അഹങ്കരിക്കാനോ പോവുകയില്ല. ഒരു വിഷയത്തിലും മറിച്ച് അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.